Good morning, ma'am. Good Good morning. morning, ma'am. Good morning, ma'am. Morning. Good morning, Nick. Morning. Good morning, Miss. Morning. Good morning, ma'am. Good morning, ma'am. Morning. Good morning, ma'am. Good morning. Good morning, ma'am. Morning. Good morning, ma'am. Morning. Good morning, ma'am. Morning. Morning, ma'am. Morning. Morning. Prayer തുടങ്ങട്ടെ മാം. കുറച്ച് പേരോട് വരട്ടെ കേട്ടോ. Mute Aku, please. Good morning, Miss. Good morning. Good morning, ma'am. Good morning. Good morning, Miss. Good morning. Okay. Good morning. Good Prayer. morning. Good morning, ma'am. I am Sinu. I am from Ernakulam. We thank you, God, for the given us this day. We pray that you bless us in our work and our play. Bless our parents, our teachers too, for helping us in all that we do. We thank you for food, for home, and for us, and for being at our side when we are brought to the test. Bless our dear school and our motherland. Show us the way to walk hand in hand. Teach us the importance of working side by side in our loving race. May we always abide. Thank you. Okay. Yes. Next. Quote of the day. Hello, ma'am. Good morning, ma'am, and good morning, all of you. I am Kamranisa from Malappuram. Quote of the day. Don't waste your time with explanations.
People only hear what they want to hear. Paulo Coelho. Thank you. Okay, signing ഞാനാണ് മാം. Signing. I'm അശ്വതി ഫ്രം കണ്ണൂർ. ഇനി ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. കഥയുടെ പേര് സിംഹത്തിന് പറ്റിയ അമളി. ഒരിക്കലൊരു സിംഹം ഇര തേടി നടക്കുകയായിരുന്നു. അപ്പോഴാണ് സിംഹം ഒരു തടിയും മുയലും ഉറങ്ങിക്കിടക്കുന്നത് കണ്ടത്. സിംഹത്തിന് വലിയ സന്തോഷമായി. ഉറങ്ങുന്ന തടിയും മുയലിനെ പിടിക്കാനായി സിംഹം ഒരുങ്ങി. അപ്പോഴാണ് ഒരു മാൻ അതിൽ ഓടുന്നത് സിംഹം കണ്ടത്. കുറച്ചുകൂടി വലിയ ഇരയാണല്ലോ മാൻ, അതിനെ പിടിച്ചു കളയാം. സിംഹം മാനിന് പുറകെ ഓടി. മാൻ കുതിച്ചോടി. സിംഹത്തിന് മാനിനെ കിട്ടിയില്ല. ഓടി തളർന്ന സിംഹം മുയലിന് കിടന്നിടത്തേക്ക് വന്നു. അപ്പോഴോ മുയൽ അവിടെയില്ല. മുയൽ ഉണർന്ന് ഓടിപ്പോയി. വിശന്ന് വലഞ്ഞ സിംഹം ഓർത്തു, മുയൽ മതിയായിരുന്നു. മാന്റെ പുറകെ പോയപ്പോൾ മാനുമില്ല മുയലുമില്ല. ഈ കഥയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നോ, നമ്മുടെ ജീവിതം ഇതുപോലെ തന്നെയാണ്. അവസരങ്ങൾ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടണമെന്നില്ല. കിട്ടുന്ന അവസരത്തിൽ അത് അതിലും വലുത് വരുമെന്ന് വിചാരിച്ച് അത് തട്ടിക്കളയാനും പാടില്ല. കിട്ടുന്ന അവസരം നമ്മൾ ഉപയോഗിക്കണം. ഈ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ആഗ്രഹിക്കുന്ന വിജയത്തിലെത്താൻ കഴിയട്ടെ. വെൽക്കം മാം. വെൽക്കം ടു അവർ ക്ലാസ് ആൻഡ് മൈ ഫ്രണ്ട്സ്. സൈൻ ഇൻ ബൈ അശ്വതി. Okay, very good, Ashwini. Yes. Good morning. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. മാമിനോ? സുഖം. കുഴപ്പമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ രാവിലെ? കഴിച്ചു മേഡം, പക്ഷെ ഭയങ്കര മഴയാണ്. എന്താണ്? ഭയങ്കര മഴയാണ് ഇവിടെ. മഴയോ? നാട്ടിലല്ല, ജമ്മുവിലാണ്. മഴയും തണുപ്പും. എവിടെ സ്ഥലം? ജമ്മുവിൽ ഭയങ്കര തണുപ്പും മഴയുമാണ്. സ്ഥലം ക്ലിയർ ആയില്ല. ജമ്മു മേഡം, ജമ്മു. ആ, ജമ്മുവിലാണോ? ഓക്കെ. ഭയങ്കര മഴയും തണുപ്പുമാണ്. ആണോ? ഇവിടെ നല്ല ചൂടാ. ഞങ്ങളൊരു വേനൽ മഴയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതെ മാം, ഞങ്ങൾക്കാണെങ്കിൽ നോമ്പ് സ്റ്റാർട്ട് ചെയ്യാനായി. അതെ. ശിവരാത്രി ഇടന്ന് മഴക്കാലം ഉണ്ടപ്പോ മഴ പെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷേ പറ്റിച്ചു. ഓക്കെ. നിങ്ങൾക്ക് നോമ്പ് തുടങ്ങുന്നത് എന്താണ്? നാളെയാണോ? നാളെ അല്ല മാം, സൺഡേ മൺഡേ ഏതെങ്കിലും. 2-ാം തീയതി 3-ാം തീയതി അല്ലേ? ഒരു മാസമാണോ നോമ്പ്? 29 അല്ലെങ്കിൽ 30 ദിവസം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. മ്യൂട്ട് ആക്കിയിട്ട് പാത്രം കഴുകാൻ പറ. നിങ്ങൾ പറയുന്നത് മ്യൂട്ട് ആക്കിയിട്ട് പാത്രം കഴുകാൻ പറ മാം. ചെയ്യുന്നുണ്ട്, വോയിസ് കട്ടാവുന്നുണ്ട്, ഒരെയും കേൾക്കാൻ പറ്റുന്നില്ല. അത് ഒരാള് പറ, എല്ലാരോടും ആകുമ്പോ. ഒരാള് പറയും. ഓക്കെ. ഇപ്പൊ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടാണ് ക്ലാസ് കയറിയിരിക്കുന്നത് അല്ലേ? കുട്ടികളൊക്കെ സ്കൂളിൽ പോയോ? എക്സാം ഒക്കെ തുടങ്ങിയോ? തുടങ്ങിയില്ല. തുടങ്ങിയില്ല. നെക്സ്റ്റ് വീക്ക് ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ആവും. മൺഡേ സ്റ്റേറ്റ് സിലബസിന് തുടങ്ങി മാം. കുട്ടികൾ പോയി തുടങ്ങി. സ്റ്റേറ്റ് തുടങ്ങി. കെമിക്കൽ പഠിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇപ്രാവശ്യം? സ്റ്റുഡൻസിന് എക്സാം ആണ് മിസ്. ഞാൻ സ്കൂളിലാണ്, ഇവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്യുന്ന. ആ, ഓക്കെ ഓക്കെ. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച തിയറി പഠിച്ചായിരുന്നോ? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ തിയറി പഠിച്ചു അല്ലേ? ഏതൊക്കെ സ്റ്റേജസ് ആണുള്ളത്? ഒരാൾ പറഞ്ഞു.
ഏതൊക്കെ സ്റ്റേജസ് ആണ് നമ്മൾ പഠിച്ചത്? 4 സ്റ്റേജ് പഠിച്ചു. Sensory ഓർത്തൊന്ന് motor. പറഞ്ഞേ. Sensory motor. Pre-operational Sensory. stage. Pre-operational stage, concrete operational stage, formal operational stage. ഓക്കെ, യെസ്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കുന്നത് ഏത് സ്റ്റേജിലാണ്? ലാംഗ്വേജ് ഡെവലപ്മെന്റ് Pre-operational stage. First stage, യെസ്. 2 to 7 years. ഓക്കെ, നമുക്കിനി ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ ആ ഭാഗം നോക്കാം. During later childhood, children enter into Piaget's concrete operational stage of creative development. They begin to think logically but are unable to think in abstract terms. Children develop powers of observation, attention, reasoning, and abstract thinking. They can focus on more than one aspect of a situation and can universally experience what happens around them. Okay, ഇവിടെ പിയാഷയുടെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജില് കുട്ടികൾ എന്തെല്ലാം തരത്തിലുള്ള വികാസങ്ങളാണ്, ഡെവലപ്മെന്റ്സ് ആണ് ഉണ്ടാവുന്നതിനെ കുറിച്ചാണ് ഇവിടെ വിശദമാക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് കുട്ടികളിൽ രൂപപ്പെടുന്നത്. എന്തൊക്കെയാണ് ക്രിയേറ്റീവ് ഡെവലപ്മെന്റ്സ്? നമ്മൾ ആ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ എന്തൊക്കെയാണ് പഠിച്ചത്? എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പറഞ്ഞത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലെ? Logical thinking, the principle of conservation, conservation of numbers, volume, mass. അങ്ങനെ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള വികസനങ്ങൾ സംഭവിക്കുന്ന ഒരു സ്റ്റേജ് ആണ് എന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത് എന്താണ്? കുട്ടികൾ എങ്ങനെയാണ് തിങ്കിങ്? They begin to think logically. അല്ല, അവര് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് ആരംഭിക്കുന്ന ഒരു സമയമാണ്. ഗുഡ് മോർണിംഗ് ഉമ്മ. യെസ്, ബട്ട് ആർ അൺഎബിൾ ടു തിങ്ക് അബ്സ്ട്രാക്ട് തിങ്സ്. അവർക്ക് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ സാധിക്കും, പക്ഷെ അബ്സ്ട്രാക്ട് ടേംസ് അല്ലെങ്കിൽ മൂർത്തമായിട്ടുള്ള കുറെ വേർഡ്സുകളൊക്കെ അല്ലെ, ഭയങ്കര കട്ടിയുള്ള വാക്കുകളോ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ അധികം വാസ്തവത്തായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുറച്ച് അബ്സ്ട്രാക്ട് ചിന്തിക്കും. പക്ഷെ എന്താണ് കുറച്ച് ചില കുട്ടികൾ കമ്പയർ ചെയ്യുമ്പോൾ ചില കുട്ടികൾ ഭയങ്കരമായിട്ട് എന്താണ് അബ്സ്ട്രാക്ട് ടേംസുകളൊക്കെ അതേപോലെ എടുത്ത് ആ വാക്കുകളൊക്കെ കൊണ്ടുവന്ന് സംസാരിക്കാൻ സാധിക്കും. ചില കുട്ടികളിൽ എന്താണ് ലോജിക്കൽ തിങ്കിങ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ, വ്യക്തിപരമായിട്ട് അവർ ചിന്തിച്ചു തുടങ്ങുന്നുണ്ടാവുള്ളൂ. അപ്പൊ പലതരത്തിലുള്ള കാറ്റഗറി ഓഫ് ടൈപ്പ് ഓഫ് കുട്ടികളുണ്ട്. അപ്പൊ പലരിലും പല രീതിയിലായിരിക്കും ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്സ് നടക്കുന്നത് ഈ ഒരു സ്റ്റേജിൽ. ഓക്കെ, പ്രധാനമായിട്ടും എന്താണ് ഒരു ലോജിക്കൽ തിങ്കിങ് ആരംഭിക്കുന്ന ഒരു ഘട്ടമാണ് എന്ത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ചിൽഡ്രൻ ഡെവലപ്പ് പവേഴ്സ് ഓഫ് ഒബ്സർവേഷൻ. ഈ ഒരു സമയത്ത് കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്? ചിൽഡ്രൻ ഡെവലപ്പ് പവേഴ്സ് ഓഫ് ഒബ്സർവേഷൻ. എന്താ പറയുന്നത്? ചിൽഡ്രൻ ഡെവലപ്പ് പവേഴ്സ് ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നിരീക്ഷിക്കും. ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നിരീക്ഷണ ബുദ്ധി. യെസ്, ഒബ്സർവേഷൻ നടക്കുന്നത് അല്ലെ, ചുറ്റുപാടും നിരീക്ഷിക്കാനുള്ളത്. എന്ത് വസ്തുക്കൾ കണ്ടാലും എന്ത് ഒബ്ജക്ട്സിനെ കണ്ടാലും എന്താണ് അവന്റെ അറൗണ്ട്സ്, അവന്റെ ചുറ്റുപറ്റുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് കുട്ടി ഒബ്സർവ് ചെയ്യുന്നത് അല്ലെ. ആ ഒരു ഒബ്സർവേഷൻ കപ്പാസിറ്റി കുട്ടികളിൽ വർദ്ധിക്കുന്നത് ഈ ഒരു ടൈമിലാണ്. യെസ്, ദെൻ അറ്റൻഷൻ. അറ്റൻഷൻ എന്താണ്? ഒരു കാര്യത്തിൽ ഒബ്സർവ് ചെയ്യുന്നതിന് ശേഷം കുട്ടികൾ ശ്രദ്ധയോടുകൂടി എന്താണ് അത് നോക്കിക്കാണുന്നത് അല്ലെ. അറ്റൻഷൻ വളരെയധികം ശ്രദ്ധിച്ചായിരിക്കും അത് നോക്കുന്നത്. റീസണിങ് ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ്. റീസണിങ് ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറയുന്നത് കാര്യമായിട്ട് ചിന്തിച്ചിട്ട് അതുപോലെ തന്നെ ഒരു ഒരാൾ പറയണം കേട്ടോ, ഒരാളായിട്ട് പറയണേ. എല്ലാവരും കൂടി പറഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റൻസ് ആവും.
റീസണിങ് ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? അവരതേക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കും. ചിന്തിച്ചിട്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉൾക്കൊണ്ടിട്ട് അത് മനസ്സിലാക്കും. യെസ്, അല്ലെ, അർത്ഥം പറഞ്ഞിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ശ്രദ്ധിക്കുന്നതിനൊക്കെ കുട്ടികളുടെ കപ്പാസിറ്റി ഉണ്ടാവുന്നത് ഈ ഒരു ടൈമിലായിരിക്കും. ഓക്കെ, അപ്പൊ ഈ സമയത്ത് നടക്കുന്ന കപ്പാസിറ്റികൾ എന്തൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? പവേഴ്സ് ഓഫ് ഒബ്സർവേഷൻ, അറ്റൻഷൻ, റീസണിങ് ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ടെക്സ്റ്റ് ഉള്ളവരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ചിൽഡ്രൻ ഡെവലപ്പ് പവേഴ്സ് ഓഫ് ഒബ്സർവേഷൻ, അറ്റൻഷൻ, റീസണിങ് ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. They can focus on more than one aspects of a situation and can universally experience what happens around them. അപ്പോൾ എന്തിൽ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് അവിടെ പറയുന്നത്? ഒന്നിൽ കൂടുതൽ Can സിറ്റുവേഷൻ. focus more than one assets. ഒന്നിൽ കൂടുതൽ അവര് ഒരു സാഹചര്യത്തിൽ തന്നെ എന്താണ് പല രീതിയിൽ അല്ലെ, പല രീതിയിൽ എന്താണ് ഒന്നിലധികം വശങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഒരു വശം മാത്രമല്ല സിറ്റുവേഷനില്. അതായത് നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിലേക്ക്, അവിടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ പല ആംഗിളിൽ കൂടി നോക്കിക്കാണും. ഓക്കെ, അങ്ങനെ ഒരു കപ്പാസിറ്റി കുട്ടികളിൽ അവിടെ രൂപപ്പെടുന്നുണ്ട്. യെസ്, ഒരു സിറ്റുവേഷനിൽ പ്രധാനമായിട്ടും അതായത് എന്താ പറയുന്നത്, ഒരു സാഹചര്യത്തിന് ഒന്നിലധികം വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതുപോലെ തന്നെ എന്താണ് അവിടെ പറയുന്നത്, യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് വാട്ട് ഹാപ്പൻസ് അറൗണ്ട് ദം. അവർക്ക് ചുറ്റും സംഭവിക്കുന്ന അല്ലെ സാർവത്രികമായിട്ട് യൂണിവേഴ്സൽ ആയിട്ട് സംഭവിക്കുന്ന എന്ത് കാര്യങ്ങളും എന്താണ് അത് അനുഭവിക്കാൻ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് എന്താണ് കുട്ടികള് ആ ഒരു സാഹചര്യത്തെ പല രീതിയിൽ നോക്കി കാണുന്നെന്ന് പറഞ്ഞ പോലെ എന്താണ് അവർക്ക് ആ സമയത്ത് എന്താണ് അവരൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. പല സാഹചര്യങ്ങളും നോക്കി കാണുമ്പോൾ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു, അതൊരു അനുഭവമായിട്ടാണ് അവർക്ക് മാറുന്നത്. അത് ആ ഒരു സിറ്റുവേഷൻ അവർ എന്ത് ചെയ്യപ്പെടുന്നു, എക്സ്പീരിയൻസ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, അവർക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലൊക്കെ അവരിലേക്ക് ചേരുമ്പോൾ എന്താണ് അവർക്ക് എന്ത് സംഭവിക്കുന്നു, അവർക്ക് അനുഭവം എന്താണ് അവർക്കത് സ്വയാർത്ഥമാക്കി സ്വന്തമായ ഒരു അനുഭവം പോലെ അവരത് അതിനെ നോക്കി കാണുകയാണ്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് എന്താ ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ കുട്ടികളിൽ നടക്കുന്ന ക്രിയേറ്റീവ് ഡെവലപ്മെന്റ്സുകൾ എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒബ്സർവേഷൻ ഉണ്ടാകുന്നു, അറ്റൻഷൻ ഉണ്ടാകുന്നു, റീസണിങ് ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ്. അതുപോലെ തന്നെ എന്താണ് മോർ ദാൻ വൺ ആസ്പെക്ട്സ് ഓഫ് എ സിറ്റുവേഷൻ they can focus more than one aspects of the situation. അവർ ഒന്നിൽ കൂടുതൽ സാഹചര്യങ്ങൾ എന്താണ് ഒന്നിലേറെ വശങ്ങളിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഓക്കെ, ഒന്നിൽ കൂടുതൽ വശങ്ങളിലേക്ക് കുട്ടികള് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്റ്റേജ് ആണിത്. അതുപോലെ തന്നെ എന്താണ് അവർക്ക് ചുറ്റും സംഭവിക്കുന്ന സാർവത്രികമായിട്ട് എന്തും അവർക്ക് എക്സ്പീരിയൻസ് അല്ലാണ്ട് അനുഭവിക്കാനായിട്ട് അവർക്ക് കഴിയുന്നു. ഓക്കെ, എന്ത് സാഹചര്യം ആയിക്കോട്ടെ അത് അവരെന്താണ് ഉൾക്കൊള്ളുകയാണ്. അവർ പല ആംഗിളിൽ കൂടി നോക്കിയിട്ട് അവരെ അത് ഉൾക്കൊള്ളുകയാണ്. ആ ഒരു സ്റ്റേജ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെയുള്ള കുട്ടികളാണ്? 7 to 11 years. Yes, 7 to 11 years. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള ആ സ്റ്റേജിലാണ് ഇത്തരത്തിലുള്ള ക്രിയേറ്റീവ് ഡെവലപ്മെന്റ്സുകൾ നടത്തപ്പെടുന്നത്. 7 to 11 years. Yes. Okay. Then the major development changes of cognitive ability during this period they are. അതായത് ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ എന്തൊക്കെ തരത്തിലുള്ള കോഗ്നിറ്റീവ് എബിലിറ്റീസ് ആണ് കുട്ടികൾക്ക് കൈവരിക്കുന്നത്, അതായത് എന്തൊക്കെ ഭൗതിക വികാസങ്ങളാണ് ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ കുട്ടികളിൽ ഉണ്ടാവുന്നത്? 5 കാര്യങ്ങളെ പറ്റി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. 5 കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. 5 കാര്യങ്ങളൊന്നും അവിടെ ഒന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്കിയേ. വെറുതെ ഒന്ന് വായിച്ചു നോക്കിയ പോയിന്റ്സുകള്.
നിങ്ങൾക്ക് ഒരു 12 കാലാകുമ്പോ ഒരു ഗെയിം കളിക്കാം കേട്ടോ. 12 കാലാകുമ്പോ. ഓക്കെ, ഓക്കെ ഓക്കെ മാം. യെസ്. ഫസ്റ്റ് സ്റ്റേജ് ഒന്ന് ഒരാൾ വായിച്ചേ. ഫസ്റ്റ് വൺ ഞാൻ വായിക്കാം മാം. വായിക്കൂ. ഓക്കെ. ഡ്യൂറിംഗ് ദി ബേസിക് സ്കൂൾ പീരിയഡ് പഠിക്കുന്നുണ്ടോ മാം? പറഞ്ഞോളൂ, കുഴപ്പമില്ല. During the basic school period, the child's ability to consume information and accumulate ideas increases and his memory becomes more efficient. യെസ്. നമ്മളിവിടെ നോക്കുന്ന എന്താണ്, എന്തൊക്കെ എബിലിറ്റീസ് ആണ്, കോഗ്നിറ്റീവ് എബിലിറ്റീസ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജസിലെ കുട്ടികളെ രൂപപ്പെടുന്നത്. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഡ്യൂറിംഗ് ദ ബേസിക് സ്കൂൾ പീരിയഡ് child's ability to consume information and accumulate ideas increase and his memory become more efficient. എന്താണ് ബേസിക് സ്കൂൾ പീരീഡ് എന്ന് പറഞ്ഞാൽ? ബേസിക് സ്കൂൾ ഏത് കാലഘട്ടമാണ്? അടിസ്ഥാന സ്കൂൾ കാലഘട്ടത്തിൽ. അടിസ്ഥാന സ്കൂൾ കാലഘട്ടത്തിലാണ് കുട്ടികൾക്ക് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്? എബിലിറ്റി ടു കൺസ്യൂം ഇൻഫോർമേഷൻ, ability to consume information and accumulate ideas increase and his memory become more efficient. Okay, എന്തിനുള്ള കപ്പാസിറ്റി എബിലിറ്റി എന്തെന്നാണ് പറയുന്നത്? അതായത് വിവരങ്ങൾ ഉൾപ്പെടുത്താൻ, അല്ലെങ്കിൽ വിവരങ്ങൾ ഉപയോഗിക്കുന്നതിനും ഇൻഫർമേഷൻസ് ഉപയോഗിക്കുന്നതിനും അതുപോലെ തന്നെ ആശയങ്ങൾ ശേഖരിക്കുന്നതിനുമുള്ള ഒരു കഴിവ് കുട്ടികൾക്ക് വർദ്ധിക്കുന്നു അല്ലെ. ഇൻഫർമേഷൻസ് എന്ത് ചെയ്യപ്പെടുന്നു? ശേഖരിക്കുന്നതിനും അത് ഐഡിയാസുകൾ അല്ലെ ഒരുപാട് ആശയങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള ഒരു കഴിവ് കുട്ടികളിൽ രൂപപ്പെടുന്നു. അതുപോലെ തന്നെ എന്താണ്, അവന്റെ മെമ്മറി കൂടുതൽ കാര്യക്ഷമമാവുകയാണ് അല്ലെ. അത് മെമ്മറിയിൽ എന്ത് സംഭവിക്കുന്നു? മെമ്മറി ബിക്കംസ് മോർ എഫിഷ്യന്റ്. ഇൻഫർമേഷൻസിനൊക്കെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ആശയങ്ങൾ രൂപീകരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, ഈ ബേസിക് സ്കൂൾ പീരീഡിലുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് അവരുടെ മെമ്മറി വളരെയധികം കാര്യക്ഷമമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയുന്ന ഒരു കാലഘട്ടമാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ വരുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള ഒരു വൈജ്ഞാനികമായിട്ടുള്ള വികാസമാണ് കുട്ടികളിൽ സംഭവിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തു പോവാ. The child's ability to consume information, the child's ability to consume information and accumulate ideas increases and his memory become more efficient. ആ ഒരു പോയിന്റ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അടിസ്ഥാന സ്കൂൾ കാലഘട്ടത്തിൽ വിവരങ്ങൾ ഉപയോഗിക്കുന്നതിനും ആശയങ്ങൾ ശേഖരിക്കുന്നതിനുമുള്ള കുട്ടികളുടെ കഴിവ് വർദ്ധിക്കുകയും അതുപോലെ തന്നെ എന്താണ്, അവരുടെ മെമ്മറി കൂടുതൽ കാര്യക്ഷമമാവുകയും ചെയ്യുന്നു. അതാണ് ആദ്യത്തെ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ ഫസ്റ്റ് പോയിന്റ്? യെസ് മാം. യെസ്. സെക്കൻഡ് പോയിന്റ് പറയട്ടെ. പറയട്ടെ. സെക്കൻഡ് പോയിന്റ് ഒരാൾ വായിക്കും. His capacity to generalize as well as ability for logical thinking increases. Yes. സെക്കൻഡ് പോയിന്റ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. എന്താണ്? His capacity to generalize as well as ability for logical thinking increases. എന്താണ്? ഒരു കാര്യത്തെ ജനറലൈസ് ചെയ്യാൻ, ജനറലൈസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ, സാമാന്യവൽക്കരിക്കാൻ. ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്താണ് ഏതാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി ജനറലൈസ് ചെയ്ത് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി കുട്ടികൾ രൂപപ്പെടും. അതുപോലെ തന്നെ എന്താണ്, എബിലിറ്റി ഫോർ ലോജിക്കൽ തിങ്കിങ് ഇൻക്രീസസ്. പിന്നെ അവിടെ എന്തിനാണ് ഡെവലപ്മെന്റ്സ് വരുന്നത്? യുക്തിസഹമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ് കുട്ടികളില് സംഭവിക്കുന്നു അല്ലെ. ഒരു കാര്യത്തെ സാമാന്യവൽക്കരിക്കുന്നതിനും അതുപോലെ തന്നെ എന്താണ്, യുക്തിസഹമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ആ കുട്ടിയില് രൂപപ്പെടുന്നു.
his capacity to generalize as well as ability for logical thinking increases. Okay, മനസ്സിലായോ? സാമാന്യവൽക്കരിക്കാനുള്ള കുട്ടിയുടെ കഴിവും അതുപോലെ തന്നെ എന്താണ് യുക്തിപരമായി ചിന്തിക്കാനുമുള്ള കഴിവ് കുട്ടിയുടെ വർദ്ധിക്കുന്നു. യെസ്, ക്ലിയർ ആണോ? യെസ്. അടുത്തത് തേർഡ് പോയിന്റ്. ഞാൻ പറയുന്ന ആൾ വായിക്കട്ടോ. ഞാൻ പറയുന്ന ആൾ വായിക്കണേ. നമ്മുടെ ഇതിലെ ഉണ്ടാത്ത കുറെ ആൾക്കാരുണ്ട്. ഹരീഷ്മ മോഹൻ കേൾക്കുന്നുണ്ടോ? ഹരീഷ്മ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാം. ഹരീഷ്മക്ക് വായിക്കാൻ പറ്റുമോ? വായിക്കാൻ പറ്റും, പക്ഷെ ഇവിടെ ഭയങ്കര സൗണ്ട്. അപ്പുറത്തെ ടൈലിടുന്നതിന്റെ ഭയങ്കര സൗണ്ടാ ഇവിടെ. വേണ്ട, ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് ടൈം വായിക്കണം കേട്ടോ. ഇന്ദു സുരേഷ്. ഇന്ദു. Yes, ma'am. ഇന്ദു വായിക്കൂ. The child became more efficient in selecting, developing, and applying cognitive operations in relation to material objects. Okay. Yes, third point എന്താ പറയുന്നത്? The child become more efficient in selecting. എന്താണ് ആദ്യത്തെ പോയിന്റ് തന്നെ പറയുന്നത്? The child becomes more efficient in selecting. ഉചിതമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കഴിവ്. കാര്യക്ഷമമായി തിരഞ്ഞെടുക്കാനുള്ള കഴിവ്. കാര്യക്ഷമമായിട്ട് തിരഞ്ഞെടുക്കാൻ, എന്ത് കാര്യമാണ് അത് തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് കുട്ടിയില് സെലക്ട് ചെയ്യാനുള്ള, അല്ലെ? സെലക്ട് ചെയ്യുന്ന തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ്, തിരഞ്ഞെടുക്കാനുള്ള കാര്യക്ഷമമായ കഴിവ് കുട്ടിയില് ഉടലെടുക്കുന്നു. Developing and applying cognitive operations in relation to material objects. ഇതെന്താണ് ഡെവലപ്പിംഗ് ചെയ്യുന്നത് എന്ന് പറയുന്നത്? Developing and applying cognitive operations in relation to material objects. മെറ്റീരിയൽ ഒബ്ജക്ട്സുമായിട്ട്, മെറ്റീരിയൽ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതിക വസ്തുക്കൾ, അല്ലെ? ഭൗതിക വസ്തുക്കളുമായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നാണ് കുട്ടികൾക്ക് പറയുന്നത്? ഭൗതിക വസ്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈജ്ഞാനിക പ്രവർത്തനങ്ങളിൽ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷൻസുകൾ നടത്താനായിട്ട് അത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കുട്ടികൾ എന്താണ് ആ ഒരു കപ്പാസിറ്റി കൂടി കുട്ടിയില് ഉടലെടുക്കുന്നു. അതുപോലെ തന്നെ എന്താണ് ഒന്നുകൂടി പറയാം. The child become more efficient in selecting. അല്ലെ? കുട്ടി ഒരു കാര്യം തിരഞ്ഞെടുക്കുന്നതിന് എന്താണ് കാര്യക്ഷമമായിട്ട് തന്നെയാണ് ആ കാര്യം തിരഞ്ഞെടുക്കുന്നത്. Then developing and applying cognitive operations. അപ്പൊ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളിൽ, അല്ലെ, അതിൽ അദ്ദേഹത്തിന്റെ എന്താണ് വൈജ്ഞാനിക പ്രവർത്തനങ്ങളുമായി കുട്ടിയെ ഇടകലർത്തിക്കൊണ്ട്, അതായത് മെറ്റീരിയൽ ഒബ്ജക്ട്സ് എന്ന് ഇവിടെ പറയുന്നത് എന്താണ്? ഭൗതിക വസ്തുക്കൾ. ഭൗതിക വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? മെറ്റീരിയൽ ഒബ്ജക്ട്സ്. ഡെസ്ക്, ബെഞ്ച്, അങ്ങനെ പറ്റില്ലേ? ഡെസ്ക്, ബെഞ്ച്. ഓക്കെ, യെസ്. പിന്നെ വേറെ എന്തൊക്കെയാണ്? പുസ്തകം, ബുക്ക്, പേന. എന്തൊക്കെയാണ്? Study materials. ഓക്കെ, അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അല്ലെ? അത്തരത്തിലുള്ള മെറ്റീരിയൽസുമായിട്ട് അവർ എന്താണ് കോഗ്നിറ്റീവ് ഓപ്പറേഷൻ, വൈജ്ഞാനികമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും അവർ അതിൽ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ അത് അവരിൽ നടക്കുന്നത്. ഓക്കെ, മെറ്റീരിയൽ ഒബ്ജക്ട്സുമായിട്ട് മെറ്റീരിയൽ എന്ത് ഒബ്ജക്ട്സ്, എന്ത് കാര്യമായിക്കോട്ടെ അത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് കുട്ടികൾ എന്താണ് വൈജ്ഞാനികമായിട്ട് ചിന്തിച്ചിട്ടായിരിക്കും എന്താ ആ ഒരു പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടുന്നത്. മൊബൈൽ നല്ല ഒരു എക്സാമ്പിൾ ആണ്. എന്താണ് മൊബൈൽ നോക്കുന്ന സമയത്ത് കുട്ടികൾ എങ്ങനെയാണ് അതിനോട് ഇടപെടുന്നത്? എങ്ങനെയാണ്? വളരെ കോൺസെൻട്രേറ്റീവ് ആണ്, അല്ലേ? ഒരാള് പറഞ്ഞോ, ഒരാൾ പറയാം. അവര് കോൺസെൻട്രേറ്റ് ചെയ്ത് ക്ഷമയോടുകൂടെ അതിനെ ഇരിക്കും. യെസ്, ഓക്കെ. അപ്പൊ ഒരു മൊബൈൽ എടുക്കുന്ന സമയത്ത് വളരെയധികം അറ്റൻറ്റീവ് ആയിട്ടായിരിക്കും, അല്ലെ? വളരെയധികം ശ്രദ്ധിച്ച് കാര്യക്ഷമമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കും.
അപ്പൊ തന്നെ അവിടെ സെലക്ടിങ് വരുന്നുണ്ട് അല്ലെ. മൊബൈലാണ് അവന്റെ പർപ്പസ്. കുട്ടി അത് എടുക്കുന്ന കാര്യക്ഷമമായിട്ട് സെലക്ട് ചെയ്യുന്നു. അതെന്താണ്, അതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് കുട്ടിക്ക് അറിയാം. വളരെയധികം എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിന്ത കുട്ടിയിലുണ്ട്. അതെന്താണ്, വളരെയധികം എന്താണ് അറ്റൻറ്റീവ് ആയിട്ട് അത് കുട്ടി അത് ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ആ ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റിന് അത് കൈകാര്യം ചെയ്യുന്നു അല്ലെ. അവൻ എന്താണ് അങ്ങനെ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ അവിടെ നടത്തുകയാണ്. അപ്പൊ ഓരോ വീഡിയോസ് കാണുമ്പോൾ ഒരു ഗെയിം കളിക്കുമ്പോൾ എന്താണ് കുട്ടി അതിനെപ്പറ്റി ചിന്തിക്കുകയാണ് അല്ലെ. ഗെയിം കാണുമ്പോൾ എന്താണ് അതിനെപ്പറ്റി പിന്നെ എങ്ങനെ അടുത്ത ലെവലിലേക്ക് എങ്ങനെ എത്താം അതിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു സ്റ്റേജസ് ഒക്കെ നടക്കുന്നത് ഏതൊരു ടൈമിലാണ്? ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് ഇത്തരത്തിലുള്ള ക്രിയേറ്റീവ് ഡെവലപ്മെന്റ്സുകൾ കുട്ടികളിൽ നടക്കുന്നത്. ആരാണ് വർത്താനം പറയുന്നത്? അതിൽ വർത്താനം പറയുന്നുണ്ടോ? ഓക്കെ, ഓക്കെ, അപ്പൊ മനസ്സിലായോ മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന്? അപ്പൊ ഒരു കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നതിനും അതിനെ എന്താണ് വൈജ്ഞാനികമായിട്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിലുള്ള ഒരു അറ്റൻഷൻ കുട്ടികളിൽ രൂപപ്പെടുന്നുണ്ട്. ആരും വർത്താനം പറയുന്നുണ്ട്. വേറെ ക്ലാസ്സിലാണോ? ഒരു മൂളിച്ച പോലെ കേൾക്കുന്നുണ്ട്. ആ, ജ്യോതി എവിടെയായിരുന്നു? ജ്യോതിനെ കാണാറില്ലല്ലോ. ഞാൻ ഉണ്ട് മാം, ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, സ്റ്റേറ്റ് എന്താണ്? എന്തോ ശബ്ദമുണ്ട്. എല്ലാരും മ്യൂട്ടാണ്, പക്ഷെ ഇന്നത്തെ സൗണ്ട് ക്ലാരിറ്റി കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സൗണ്ട് ക്ലാരിറ്റി ഒട്ടുള്ള ക്ലാരിറ്റി ഞാനിട്ടിട്ടാണോന്ന് അറിയില്ല. Then fourth stage, at this stage, the child tends to live in a world of make-believe of which he himself is the creator. അപ്പൊ ഇതൊന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കിയേ. At this stage, the child tends to live. അപ്പത്തെ ക്ലാസ്സിലാണ് കുട്ടിയുടെ അപ്പത്താണ് കേട്ടോ. ഓക്കെ, ഓക്കെ, എന്താണ് ആ പോയിന്റ് നോക്കിയിട്ട് മനസ്സിലായത്? അവര് അവരുടേതായിട്ടുള്ള ഒരു വേൾഡിൽ ക്രിയേറ്റ് ചെയ്ത് അവരവരുടേതായ ലോകത്തില് ജീവിക്കും. അവരുടെ ഒരു ഇതിൽ ഇങ്ങനെ ജീവിക്കാനാണ്. അതാണ് അവരുടെ ലോകം. അവരതിൽ വിശ്വസിക്കുന്നു, അവര് ചെയ്യുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നു. യെസ്, വെരി ഗുഡ് അല്ലെ. അതായത് ഈ പ്രായത്തിലെ കുട്ടികൾ എന്താണ്, താനാണ് ഒരു ക്രിയേറ്റർ, താനാണ് ഒരു സൃഷ്ടാവ് എന്നുള്ള ഒരു രീതിയാണ് അല്ലെ. അവരാണ് അവർ എന്താണ് ഞാനെന്ന ഭാവം എന്നൊക്കെ പറയില്ല നമ്മള്. ഞാനെന്ന ഭാവം എനിക്കൊക്കെ അറിയാം. യെസ്, മക്കളെ എന്തെങ്കിലും സാധനം ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഈ വിമാനമൊക്കെ ഉണ്ടാക്കും, ഈ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് എന്റെ മകനെ അത് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് എന്നെ കാണിക്കുമ്പോൾ പെയിന്റ് ഒക്കെ അടിച്ചുകൊണ്ട് കാണിക്കുമ്പോൾ ഞാൻ പറയും ആ സൂപ്പർ എന്ന് പറയും. എന്റെ മകന് 9 വയസ്സേ ഉള്ളൂ, അവൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ അങ്ങനെ പറയുമ്പോഴേക്കും. അവനെന്തോ ഇതിന്റെ വലിയ സംഭവം ഉണ്ടാക്കിയ പോലത്തെ ഒരു ഫീലാണ് അവന്. അതുപോലത്തെ ഒരു ഇതാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരെന്താ വിചാരിക്കുന്നത്, അവരുടെ ആ ഒരു കാലത്തിൽ, അവരുടെ ആ ഒരു സ്റ്റേജിൽ, അവരുടെ ആ ഒരു പ്രായത്തിൽ അവരാണ് ഏറ്റവും ബെസ്റ്റ്, അവരാണ് ഈ ലോകത്തിന്റെ സൃഷ്ടാവ്, ക്രിയേറ്റർ എന്ന് ഉദ്ദേശിച്ചാരാണ്, സൃഷ്ടാവാണെന്നൊരു തോന്നില്ല. അങ്ങനെ വിശ്വസിക്കുന്ന കുട്ടികളാണ് ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു സ്റ്റേജിൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ്, അങ്ങനെ ജീവിക്കാനാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അവരുടെ ലോകത്ത് അവരാണ് ഏറ്റവും വലുത് അല്ലെ, ഞാനാണ് ഏറ്റവും വലുത്, എനിക്കാണ് എല്ലാം ചെയ്യാൻ സാധിക്കുന്നത്. ആ ഒരു തോന്നലൊക്കെ കുട്ടികളെ രൂപപ്പെടുന്നത് ഏത് സ്റ്റേജിലാണ്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് കേട്ടോ. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത്. എനിക്കത് ചെയ്യാൻ പറ്റും, ഞാനല്ലേ, എനിക്കത് ഓക്കെ, ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും, എനിക്കത് പറ്റും എന്നുള്ളൊക്കെ ഒരു തോന്നൽ, ഇത് എന്റെ ആണ്, അല്ലെങ്കിൽ ഇതൊക്കെ എന്റെ അല്ലേ എന്നുള്ളൊരു ഭാവം, അങ്ങനെയൊക്കെ തോന്നുന്നത് ആ ഒരു സമയത്താണ്. 7 to 11 ഇയേഴ്സിലൊക്കെയാണ് കുട്ടി. ആ 11 വയസ്സിന്റെ ലാസ്റ്റ് ആ ഒരു ടൈം, അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം തുടങ്ങി എങ്ങനെയായിരിക്കും കുട്ടികൾ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ രൂപപ്പെടുന്നു. ഓക്കെ,
ടീനേജിലോട്ടൊക്കെ പോകാൻ തുടങ്ങുന്ന ഒരു സമയമാണത് കേട്ടോ. നമ്മൾ അഡോൾസൻസിലേക്ക് ചുവടുവയ്ക്കുന്ന ഒരു ഫസ്റ്റ് സ്റ്റേജിലെ ശരിക്കും പറഞ്ഞാൽ ഒരു 11 വയസ്സ്, പിന്നെ അങ്ങോട്ട് 14 വയസ്സ് 15 ഇങ്ങോട്ട് ആ ഒരു തുടക്കമാണ് അതൊക്കെ. ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ചിലവരിൽ ഇത് കുറച്ച് സമയം കൊണ്ട് അത് മാറും. ചിലവരിൽ ഇതെന്താണ് ഈ ഒരു ചിന്ത അത് ഞാനെന്ന ഭാവം വലുതായിട്ട് മാറും. അപ്പോൾ ഈ അഹങ്കാരവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രൂപപ്പെടുന്നത്. ഓക്കെ, ചിലവരിൽ ഒരു ടൈം വരുമ്പോൾ ഈ സ്റ്റേജ് ഇതൊക്കെ മാറിപ്പോകും, ചിന്താതിലേക്ക് മാറും ചില കുട്ടികൾ. പക്ഷെ ചിലവരിൽ എന്താണ് ആ ചെറിയ സ്വഭാവം എന്താണ് ചെറുപ്പത്തിൽ അതേ സ്വഭാവം തന്നെ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്തെന്ന് തോന്നിയിരിക്കും. അത് ഡിപ്പെൻഡ് ഓൺ ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ എന്താ പറയാ അവരുടെ ചിന്താഗതികൾ അനുസരിച്ചിട്ടായിരിക്കും കുട്ടികൾ ഓരോരോ ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഈ പോയിന്റിൽ എന്താ പറയുന്നത്, കുട്ടികൾ വിചാരിക്കുന്നത് ഈ വേൾഡിന്റെ ഈ ലോകത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠാവ് ക്രിയേറ്റീവ് താനാണെന്നുള്ളൊരു ഭാവമാണ് കുട്ടിയില് രൂപപ്പെടുന്നത്. ഏത് സ്റ്റേജില്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജില്. ഓക്കെ, അത് എന്താണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് തന്നെയാണ്. യെസ്. ദെൻ ഫിഫ്ത്ത് സ്റ്റേജ്, ഫിഫ്ത്തിൽ എന്താ പറയുന്നത്? ചിൽഡ്രൻ ബിക്കം. ഒരാൾ വായിക്കൂ, ഞാൻ വിളിക്കാം കേട്ടോ, വിളിക്കാം, ഞാൻ പറയുന്ന ആൾ വായിക്കും. മിയു എം ലാലു, കേൾക്കാമോ? മിയു ഇല്ല. നീതു മനു, നീതു ഉണ്ടല്ല. നമ്മളുടെ കൂട്ടത്തിലെ കുറച്ച് പേര് മിണ്ടാത്തവരുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ. കുറെ പേര് ഇതിലേക്ക് മുന്നോട്ട് വരാതെ മിണ്ടാതിരിക്കുന്നുണ്ട്. അവരൊന്ന് വായിക്കണ്ടേ? എല്ലാവർക്കും ഇപ്പൊ ടീച്ചറെ അപ്രോച്ച് ചെയ്യുന്ന രീതി കറക്റ്റ് ആന്ന് പറയാ. അങ്ങനെ പറയുമ്പോ ഓരോരുത്തർ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതെ, അതുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്. റീജ, ഞാൻ വിളിക്കാട്ടോ. ഞാൻ വിളിക്കുന്ന ആരെങ്കിലും കേൾക്കുമെന്ന് നോക്കട്ടെ, എന്നിട്ട് റീജനെ വിളിക്കാം. ആരാണ്? നീതു. നീതു. റീജ അടുത്ത ടൈമിൽ വിളിക്കാട്ടോ. വായിക്കട്ടെ? നീതു വായിക്കും. Children become increasingly concerned with the cause and effect relationship in physical and natural phenomena in the environment. ബാക്കിയോട് വായിക്കട്ടെ? There is a natural tendency in every child to become independent. വരെ വായിക്കാനാ പറഞ്ഞത്. അത് വേറെ കാര്യങ്ങളാണ്. Yes. Children become increasingly concerned with the cause and effect relationship in physical and natural phenomena in the environment. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു എന്താണ് കോൺക്രീറ്റ് ഡെവലപ്മെന്റ് സ്റ്റേജില് ക്രിയേറ്റീവ് ആയിട്ടാണ് കുട്ടികൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. ക്രിയേറ്റീവ് ആണ് അല്ലെ, വളരെയധികം ലോജിക്കൽ തിങ്കിങ് ആയിട്ട് നടക്കുന്ന ഒരു സമയമാണ് അല്ലെ. എല്ലാ കാര്യങ്ങളും അർത്ഥവത്തായിട്ടൊക്കെ മനസ്സിലാക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ ഈ സ്റ്റേജില് കുട്ടികള് എന്താണ് കോസ് ആൻഡ് ഇഫക്ട് റിലേഷൻഷിപ്പിനെ പറ്റി മനസ്സിലാക്കുന്നു. എന്താണ് കോസ് ആൻഡ് ഇഫക്ട് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല്? കാര്യകാരണങ്ങൾ മനസ്സിലാക്കുന്നു അല്ലെ. കാര്യകാരണങ്ങളെ കുറിച്ച്, അതായത് ഫിസിക്കലായിട്ടുള്ളതോ അല്ലെങ്കിൽ നാച്ചുറൽ ഫിനോമിന എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടതോ എന്തുമായിക്കോട്ടെ, അതായത് പരിസ്ഥിതിയിലെ ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള പ്രവർത്തനങ്ങളോ പ്രതിഭാസങ്ങളോ എന്തോ ആയിക്കോട്ടെ അതിനെ കാര്യകാരണങ്ങളായിട്ട് മനസ്സിലാക്കുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ഇങ്ങനെ ഒരു കാര്യകാരണത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഭൗതികപരമായിട്ടുള്ള എന്ത് നാച്ചുറൽ ഫിനോമിനയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? ഇപ്പൊ മഴ പെയ്യുന്നു അല്ലെ. ആദ്യ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് മഴ പെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നീട് അങ്ങോട്ട് വളർന്നു വരുന്ന ആ ഒരു സാഹചര്യത്തില് ഈ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് കുട്ടി എന്ത് മനസ്സിലാക്കുന്നു? മഴ എങ്ങനെ ഉണ്ടാകുന്നു അല്ലെ. അത് നമ്മളോട് ചോദിക്കും, അമ്മേ മഴ എങ്ങനെയാണ് പെയ്യുന്നേ ആദ്യം ചോദിക്കും. പിന്നീട് ആ ചോദ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പിന്നീട് എന്താണ്? പിന്നീട് ഒന്നില്ലെങ്കിൽ അവൻ അത് സ്കൂളിൽ നിന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ തനിയെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ നമ്മൾ വായിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അറിഞ്ഞൊക്കെ എന്താണ് പിന്നെ അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് തന്നെ അമ്മ തന്നെ പറഞ്ഞു കൊടുത്ത് എന്താണ് കുട്ടിയിൽ അത് ആ ഒരു എന്താണ് മഴ എന്നുള്ളൊരു നാച്ചുറൽ ഫിനോമിനെ പറ്റി കുട്ടി അറിയാൻ സാധിക്കും അല്ലെ.
അപ്പൊ കുഞ്ഞ് അങ്ങനെ വലുതാവുന്നതിനനുസരിച്ച് എന്താണ് മഴ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യകാരണം കുട്ടി മനസ്സിലാക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് മേഘങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ ഇടിമിന്നൽ ഉണ്ടാകുന്നു, എങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, എങ്ങനെ ഫ്ലഡ് വരുന്നു, ഉരുൾപൊട്ടൽ എങ്ങനെ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പിന്നീട് അങ്ങോട്ട് കുഞ്ഞ് എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കുക അല്ലെ. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന കാരണം എന്താണ്? ആരാടോ ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നില്ല? ശബ്ദമാണോ? പോലെ അടിക്കുന്നു. എടാ ശബ്ദമാണോ ക്ലിയർ ആവാത്തത്? ഞാൻ പറയുന്നതാണോ ക്ലിയർ അല്ലാത്തത്? ശബ്ദം വരുന്നു. ഒരു മിനിറ്റ്, ഞാൻ നോക്കി നോക്കട്ടെ. ഒരു പ്രശ്നമുണ്ട്, ഫാൻ ഓഫ് ചെയ്താൽ ലൈറ്റ് പോകും. ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേക്കാമോ? സൗണ്ട് ഇല്ല. സൗണ്ട് ഇല്ല? അല്ല മാം, ആ മൂളിച്ച പോലുള്ള സൗണ്ട് ഇപ്പൊ ഇല്ല. മാമിന് സൗണ്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫാൻ ഓഫ് ചെയ്താൽ ഇവിടുത്തെ പ്രശ്നം ലൈറ്റ് ഓഫ് ചെയ്യും. ലൈറ്റ് ഓഫ് ആയി പോകുന്നില്ല, കുഴപ്പമില്ലല്ലോ. സംസാരിക്കോ ഫാനിന്റെ? സ്പീഡ് കുറച്ചിട്ടാലും ബുദ്ധിമുട്ടാണോ? സ്പീഡ് എങ്കിലോ ശബ്ദം ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇത് ഈ സ്റ്റാർട്ട് ചെയ്തപ്പോ തുടങ്ങി ഈ ഒരു ശബ്ദത്തിൽ തന്നെ എനിക്ക് അറിഞ്ഞത്. ഇതിനൊരു മാറ്റമില്ല ഈ ഫാനിന്. ചൂടില്ലേ, അതാ പറഞ്ഞു. സിലേനെ കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റിയാ മതി കേട്ടോ. ഓക്കെ, ഇപ്പൊ എന്താ നമ്മൾ അഞ്ചാമത്തെ പോയിന്റ് പറഞ്ഞോണ്ടിരിക്കാം, ശ്രദ്ധിക്കാം കേട്ടോ. കണ്ണ് എഴുതിയിട്ടില്ല അല്ലെ? എന്താടാ കണ്ണ് എഴുതിയിട്ടില്ല അല്ലേ? പൊട്ടും തൊട്ടിട്ടില്ല. പൊട്ട് തേണ പൊട്ട് കണ്ണ് എഴുതാറില്ല ഞാൻ. കണ്ണങ്ങനെ തോന്നലാണ് അതൊക്കെ. റെഡി ആവുന്നതൊക്കെ ഒരു തോന്നലാണ്. നല്ലോണം റെഡി ആവുന്നത് നല്ലോണം റെഡി ആവും. കുറിയൊക്കെ ആകാമായിരുന്നു. ഓക്കെ, ഈ പോയിന്റ് ഒന്ന് പറഞ്ഞേക്കട്ടെ, അല്ലെങ്കിൽ എന്റെ ഫ്ലോ പോകും. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ചിൽഡ്രൻ ബിക്കം ഇൻക്രീസിംഗ്ലി കൺസേൺ വിത്ത് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. എന്നെ കാണുന്നില്ല എന്ന് മെസ്സേജ് അയക്കുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ ഫാത്തിമ? അപ്പൊ എന്താണ് കുട്ടികൾ കാര്യകാരണങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങുന്ന സമയം മഴ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ആദ്യം അറിയില്ല. പിന്നീട് അങ്ങോട്ടുള്ള സ്റ്റേജിൽ എന്താണ് മഴ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യകാരണങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, യെസ്. പിന്നെ അങ്ങനെ അപ്പൊ ഇത് ഏത് സ്റ്റേജിലാണ് നടക്കുന്നത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് ഇത്തരത്തിലുള്ള ക്രിയേറ്റീവ് ചിന്താഗതികൾ കുട്ടികളിൽ രൂപപ്പെടുന്നത്. ഒരു പ്രകൃതിദത്തമായ കാര്യത്തിൽ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ അതിൽ എന്തൊക്കെ നടക്കുന്നു, പ്രകൃതിയിൽ എന്തൊക്കെ നടക്കുന്നതിന്റെ കാര്യകാരണങ്ങളൊക്കെ കണ്ടെത്തി മനസ്സിലാക്കാനൊക്കെ തുടങ്ങുന്ന ഒരു കപ്പാസിറ്റി കുട്ടികളിൽ ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് നടക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ 5 സ്റ്റേജുകൾ ഒന്നുകൂടി ഒന്ന് പറയട്ടെ. ഒന്നാമത്തെ സ്റ്റേജിൽ എന്താണ് നടക്കുന്നത്? ഇൻഫർമേഷൻസ് ആൻഡ് അക്യുമുലേറ്റ് ഐഡിയാസ്, എബിലിറ്റി ടു കൺസ്യൂം ഇൻഫർമേഷൻ ആൻഡ് അക്യുമുലേറ്റ് ഐഡിയാസ്, ഇൻക്രീസ് ആൻഡ് ഹിസ് മെമ്മറി, ബിക്കം മോർ എഫിഷ്യൻസ്. എന്താണ് ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ പറഞ്ഞത്? ഇൻഫർമേഷൻസ് ശേഖരിക്കാനും ആശയങ്ങൾ മെമ്മറി ഒക്കെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാനും അവർക്ക് അടിസ്ഥാനപരമായ കാലഘട്ടത്തിൽ തന്നെ സാധിക്കുന്നു. യെസ്, വെരി ഗുഡ്. സെക്കൻഡ് പോയിന്റ് എന്താണ് പറഞ്ഞത്? ഇപ്പൊ ഒരു കാര്യത്തെ ജനറലൈസ് ചെയ്തിട്ട് അത് മനസ്സിലാക്കി യുക്തിപരമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി രൂപപ്പെടുന്നു. യെസ്, അതായത് ഒരു കാര്യത്തെ ജനറലൈസ് ചെയ്ത് മനസ്സിലാക്കുന്നതിന് ലോജിക്കൽ തിങ്കിങ് ഒക്കെ ആവർത്തിക്കും, യുക്തിപരമായിട്ട് ചിന്തിക്കാനൊക്കെ ആരംഭിക്കുന്ന ഒരു ഘട്ടമാണ്. യെസ്, ആ ഒരു കപ്പാസിറ്റി കുട്ടികളെ രൂപപ്പെടുന്നു. തേർഡ് പോയിന്റ് എന്താണ്? കാര്യക്ഷമമായിട്ട് തെരഞ്ഞെടുക്കാനുള്ള കഴിവ്, പിന്നെ അത് ഡെവലപ്പ് ചെയ്യാനോ അപ്ലൈ ചെയ്യാനോ വൈജ്ഞാനിക വികാസം രൂപപ്പെടുന്നു. യെസ്, ഓക്കെ, വെരി ഗുഡ്. ഫോർത്ത് സ്റ്റേജിൽ എന്താണ് പറയുന്നത്? കുട്ടികൾ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ സംതൃപ്തരാവുകയും അവര് ചെയ്യുന്നതിൽ അത് അവർ വിശ്വസിക്കുന്നു, അവര് ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളൊരു തോന്നൽ രൂപപ്പെടുന്നു. അവരാണ് ലോകത്തിന്റെ സൃഷ്ടാവെന്ന്
ഓക്കെ. ഫിഫ്ത്ത് പോയിന്റിൽ എന്താ പറയുന്നത്? ശാരീരികപരമായിട്ടും പ്രകൃതിപരമായിട്ടും ഒക്കെ ഉള്ള പ്രതിഭാസങ്ങളുടെ കാര്യകാരണങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. അതറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൂടുന്നു. അതായത് എൻവയോൺമെന്റിൽ നടക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ശാരീരികമായിട്ട് നടക്കുന്ന എന്ത് കാര്യങ്ങളായിക്കോട്ടെ. ഇപ്പൊ നമ്മൾ പ്രകൃതിയുടെ കാര്യം മാത്രമേ പറഞ്ഞു. ഇപ്പൊ അതുപോലെ തന്നെ എന്താണ് കുട്ടികൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെ പറ്റി കാര്യക്ഷമമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് നോക്കിക്കാണും അല്ലെ. ഇപ്പൊ അതിനെന്താ ഒരു ഉദാഹരണം പറയുന്നത്? ഓക്കെ, ഇപ്പൊ കുട്ടി ചോദിക്കുകയാണ് കണ്ണുകളുടെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത്. ഒരു സമയത്ത് കുട്ടി അത് മനസ്സിലാക്കുന്നു അല്ലെ, കണ്ണുകൾ എന്താണ്, കണ്ണുകളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്. ദെൻ മെമ്മറിനെ കുറിച്ച് അങ്ങനെയുള്ള കാര്യകാരണങ്ങൾ, ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ അതിനൊക്കെ എന്താണ് അതിനൊരു കാര്യവും കാരണവും ഉണ്ടെന്ന് കുട്ടി മനസ്സിലാക്കും. കോസ് ആൻഡ് എഫക്ട് ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി കുട്ടിയുടെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജസിലാണ് ആരംഭിക്കുന്നത്. ഓക്കെ, 5 പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണോ മാം? യെസ് മാം. ക്ലിയർ ആണോ? ഞാൻ പോയിട്ടില്ല കേട്ടോ, അവിടെ തന്നെ ഉണ്ട്. നോക്കട്ടെ, എക്കോ ഉണ്ടോ? ഉണ്ട് മാം, ആ സൗണ്ട് ഉണ്ട്, പോയിട്ടില്ല. ഉണ്ട് മാം, ചെറുതായിട്ട് ക്ലിയർ ഇല്ല ഇപ്പോഴും. ഇപ്പോഴോ? ഇപ്പില്ലല്ലോ. ഉണ്ട് മാം, ഉണ്ട്. ഇല്ല മാം ഫാൻ ഒന്ന് ഓഫ് ആക്കണ്ട, ഓഫ് ആക്കിയാലും ആ സൗണ്ട് ഉണ്ട്. മാം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു, ഇനി കുറച്ച് ടൈമല്ലേ ഉള്ളൂ. ഓക്കെ ഓക്കെ, യെസ്. പിന്നെ നമ്മൾ ഇനി ഇത്രയും ഭാഗം എടുക്കുന്നു കേട്ടോ. 5 പോയിന്റ്സും ക്ലിയർ ആണല്ലോ? ക്ലാസ് കഴിഞ്ഞിട്ട് സമയം കിട്ടുമ്പോഴത്തേക്ക് വായിക്കണം കേട്ടോ. ഓക്കെ, വാ നിക്കട്ടെ, വാ ഇങ്ങോട്ട് വാ. ഫാത്തിമ മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ഗീതു രാജ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്താണ് ഇപ്പോഴാണ് കയറിയത് ഗീതു? ഓക്കെ, യെസ്. മാം എന്ത് ഗെയിമാണ് പറഞ്ഞത്? ഞാൻ എന്ത് ഗെയിം കളിക്കാം? ഞാൻ സത്യം പറഞ്ഞത് മാറിപ്പോയതാണ് പറഞ്ഞത്. ഞാൻ MP9 പറയാൻ കാര്യമുണ്ടോ എന്ന് പറഞ്ഞു. മനസ്സിലായില്ല, ഇവിടുന്ന് കളിക്കാം. ഒന്നുമല്ല, ഞാനൊരു പാട്ടിന്റെ അതിന് പല്ലവി പാടാം. പല്ലവി നിങ്ങൾ പാടണം. പറ്റുമോ? ഓക്കെ മാം. ഓക്കെ, വേണ്ടേ? അവർക്ക് അത് പറയാൻ കാരണം അവിടെ ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞങ്ങൾ ഒരു ഗെയിമിലേക്ക് എത്തിയതാണ്. അതാണ് പെട്ടെന്ന് ഞാൻ ക്ലാസ് അതാണ് MP9 ആണ് അങ്ങനെ പറഞ്ഞു വരും. ഓക്കെ, യെസ്. ഇതെല്ലാം നിങ്ങളും ആരെങ്കിലും ഒരാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പാടണം, ഞാൻ ആൻസർ പറയാം കേട്ടോ. ശ്രമിക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? പല്ലവി ഞാൻ പാടും, അനുപല്ലവി നിങ്ങൾ പാടണം. അറിയാവുന്നതാണ് ഈ പാടാം. അറിയാവുന്നത് പഴയ പാട്ടുകളല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ? പാടാമെന്നല്ല, പറയാമെന്ന് പറയേണ്ടി വരും. ശ്രമിക്കാം. ഹിന്ദി അറിയില്ല ഷെറിൻ. ഹിന്ദി എനിക്ക് ആകെ 2-3 പാട്ട് അറിയുള്ളൂ. അതിന്റെ പല്ലവി ഒന്നും അറിയാൻ പാടില്ല. ആദ്യത്തെ കുറച്ച് വരികൾ അറിയാം. യെസ്, നോക്കാം. മലയാളം അറിയില്ല? ആരൊക്കെയാ മലയാളം അറിയാത്ത? മലയാളം അറിയില്ലെന്ന് പറഞ്ഞേ? വിദ്യ സുമേഷാണോ? മലയാളം അറിയില്ലെന്നല്ല, മലയാളത്തിലെ പാട്ട് മതിയെന്നാ പറഞ്ഞു. മലയാളം യെസ്. സമയം പോകുന്നു മെസ്സേജ് അയച്ച ആരാ? പഠിക്കാനാണോ സമയം പോകുന്നു എന്ന് പറഞ്ഞേ? അല്ല, ആയിരിക്കില്ല, ഗെയിമിനാവും. 2-3 പാട്ടിനുള്ള സമയം ഉണ്ടാവുള്ളൂ. നോക്കാം.
തോരാതെ പന്തലിൽ പെയ്തുപോയി മധുരമില്ലാതെ മാനസഗീതമേ സ്വന്തമാരും പാടം കിളിയിൽ പല്ലവി ആരാണ് പാടുന്നത്? തൂമഞ്ഞിൻ നെഞ്ചിലുണർന്നു. മുഴുവൻ അറിയില്ല. പാടും തൂമഞ്ഞിൻ നെഞ്ചിലുണർന്നു ഒന്നാടിക്കനവ് തേനോലും സാന്ത്വനമായി പാട്ട് സന്ധ്യാരാഗവും തീരവും വേളയിൽ വന്നു പൂത്തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലുണർന്നു മുന്നാടി കനവ്. ഓക്കെ, യെസ്. ഇനി നിങ്ങൾ ഒരെണ്ണം പാടും, ഞാൻ പാടാം. പാടുമായിരിക്കും. ഞാൻ പാടട്ടെ? ആ, ഇവ വാതിൽ തുറക്കൂ നീ താളമേ സ്വരൂപനേ കുരിശിൽ കിടക്കുന്ന. ഹലോ, എന്തേ? തെറ്റിപ്പോയി. എന്താണ്? ഗെയിം തെറ്റിപ്പോയടോ. അയ്യോ, ഞാൻ പകുതിയൊന്നും കേട്ടില്ലായിരുന്നു. നമ്മള് പല്ലവി പാടണം, അനുപല്ലവിയാണ് നിങ്ങൾ പാടേണ്ടത്. അങ്ങനെയാണ് നമ്മൾ പാടിയത്. ഓക്കെ ഓക്കെ. അപ്പൊ ഏതിന്റെ അനുപല്ലവി ഞാൻ പാടേണ്ടത്? ഇഷ്ടമുള്ളത് പാടിക്കണം. അല്ല, ഞാൻ ഒരെണ്ണം തരാം, നിങ്ങൾ ഇങ്ങോട്ട് പാടിയാൽ മതി. ആരാണ്? പാടും. ദൂരെയാരോ പാടുകയാണൊരു ദേവഹിന്ദോളം ഉള്ളിനുള്ളിൽ പ്രണയ സരോവിൻ സാന്ദ്രമാം നാദം കാതിൽ മെല്ലെ കിക്കിളി കൂട്ടും ചില്ലുലോലാക്കിൻ കാതരസ്വരമന്ത്രമുണർത്തും ലോലസല്ലാപം. പറയൂ. ചോദ്യമോ? ആ, അയ്യടാ, മരികളുണ്ടല്ലോ. അറിയാം, പാടാം. ട്യൂൺ അറിയില്ലടോ. ഒരു കോടി ഞാനാണ്, നിങ്ങളാണ് എന്റെ കോമ്പറ്റേറ്റർ. ഞാനാണ് പാടുന്നത്. എളുപ്പം അന്താക്ഷരി കളിക്കാനാ. പാടൂ. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം താരത്തുവൽ നിലയാം നനയാം നീരാടിയാ നിറസന്ധ്യയിലെ. ആ പാട്ടല്ലേ? അതെ മാം. യെസ്. ആരാണ് ചോദിക്കുന്നത്? ഞാനല്ലേ? ഞാൻ പാടാം. കാർത്തികനാൾ രാത്രിയിൻ കൈക്കൊമ്പിളത്തെ കൈവളങ്ങും വെണ്ണിലാ കൊമ്പിലേരാ പാടി എന്നും ഈ ഏട്ടന്റെ ചിങ്കാരി മഞ്ഞു നീർത്തുള്ളി പോൽ നിന്നോമൽ കുഞ്ഞു കൺപീലിയിൽ കണ്ണീരോ. എന്തോ എനിക്ക് തോന്നി പെട്ടെന്ന്. പോയിന്റ് ആയില്ലേ മാം?
2 പോയിന്റ്. 2 പോയിന്റ്. ഞാൻ ജയിക്കട്ടെ? എളുപ്പമുള്ള വയ്ക്കാം. കണ്ടു തമ്മിലൊന്നു കണ്ടു തീരാമോഹങ്ങൾ ആവനമാകവേ പാർമഴപ്പോൽ മായുന്നുവോ അറിയാതെ അറിയാതെ നീ മഴ കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, നെക്സ്റ്റ് ലോങ് ചോദിക്കേ. ഞാനല്ലേ ചോദിക്കണ്ടേ? വേണ്ട കാലപ്പൊലി നിറയും വേണ്ട കൈതച്ചോല വിരിപ്പില്ലേ കൈതച്ചോല വിരിപ്പില്ലേ ചോപ്പ് മാഞ്ഞു ചുണ്ടിലാണ് കൽവാണി കിട്ടിയോ? ഞാൻ പാടട്ടെ. കാർക്കുഴലേ തേൻകുരുവി കിന്നാരം കേട്ടു നീ ആരോടും മിണ്ടല്ലേ ആരാരും കാണാതെ സ്വന്തമാക്കാൻ വരുമെന്ന്. നെക്സ്റ്റ് നിങ്ങൾ ചോദിക്കും. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം ഗന്ധർവൻ പാടുന്ന മതിലതിൽ മന്ദാരം പൂവിട്ട തണലിൽ ഊഞ്ഞാലേ പാടാമോ ഇതല്ലേ? നെക്സ്റ്റ് ഞാനല്ലേ? ഞാൻ നിങ്ങൾ ആരാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഓക്കെ, അനുപല്ലവി ഞാൻ പാടട്ടെ. അനുപല്ലവി പാടാം. എളുപ്പമുള്ളത്. എളുപ്പമുള്ളതല്ല, ടഫുള്ളതാ. നോക്കാം. ഇത്ര ദൂരത്തിലാണോ ഇത്ര ദൂരത്തിലാണോ ഓക്കെ, അങ്ങനല്ലേ? അങ്ങനെയുണ്ടോ? എനിക്കറിയില്ല. അതെ, ആദ്യം തുടക്കം പെരിയോനെ റഹ്മാനല്ലേ? അതെ അതെ. ഞാൻ ചോദിക്കാം. തുമ്പച്ചോട്ടി കളിയാടി നിൽക്കും കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം നീ ഒരു കുവിയൻ കാറ്റേ ഓ പ്രിയമാനസം. ജ്യോതി തമിഴ് സംസാരിക്കണമെന്ന് പറഞ്ഞുള്ള മലയാള പാട്ടൊക്കെ അറിയാലോ? എനിക്ക് പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ചോദിക്കോ. മാം തമിഴ് പാടിയെ കണ്ടുപിടിക്കോ മാം? തമിഴ് അഥവാ മതി കണ്ടുപിടിക്കാം. എളുപ്പമുള്ളതാ. പാടട്ടെ. காற்று வீசும்போது திசைகள் கிடையாது காதல் பேசும்போது மொழிகள் கிடையாது பேசும் வார்த்தை போல. അല്ലേ? അതെ മാം, അതെ. ഇനി ഞാൻ ചോദിക്കാം. ലാസ്റ്റ് ടൈം 12 ഞാൻ ചോദിക്കട്ടെ. ഇതിലാരും ജയിക്കണമെന്ന് ഇപ്പൊ കാണാം. യെസ്,
ഏതു കവിത പാടണം ചേതനയ മധുര പകരാൻ എന്നിനി ഞാൻ തുടങ്ങണം സങ്കൽപ്പം പേരിടത്താൻ ഏതു കവിത പഴയ പാട്ടാണ്, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. അല്ല 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 അതല്ലടോ, ഞാൻ ജയിച്ചു. മിസ് ജയിച്ചു. ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്തു. ഏതാണോ പാട്ട്? എന്റെ ഊഹ ശരിയാണെങ്കിൽ ഇതായിരുന്നു തോന്നണം. ആ പാട്ടാണ് കേട്ടോ. ഇനിയും ഇങ്ങനത്തെ പാട്ടുകൾ നമുക്ക് ഗെയിം ഉണ്ടായിരിക്കോ പഠിക്കാൻ വേണ്ടിട്ടാ? ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തെങ്കിൽ ഒരു സങ്കടം. ബുദ്ധിപരമായിട്ടുള്ള ഗെയിമുകൾ ഉൾപ്പെടുത്താം. എനിക്ക് ഇതിലൊന്നും അറിയില്ല മാം. എപ്പോഴെങ്കിലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ട്രൈ ചെയ്യാട്ടോ. പാർട്ടിസിപ്പേറ്റ് ചെയ്യാന് എനിക്ക് പഴയ പാട്ട് അധികം ഒന്നും അറിയില്ല. ഞാൻ പുതിയ പാട്ടിലോടെ കൂടുതൽ. പഴയ പാട്ട് ഞാൻ അത്യാവശ്യം പരിപാടിക്കൊക്കെ പാടാൻ വേണ്ടി പഠിക്കും, അല്ലാതെ തോനെ എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാ. മാം സൂപ്പറാ മാം. ഇത്രയും ആൾക്കാരുണ്ടായിട്ട് മാം ഒറ്റക്ക് പൊരുതി ജയിച്ചല്ലോ. അതായത് ലാസ്റ്റ് പാട്ട് വെച്ചത് അതിനാണ്. ഇത് പാടില്ല എനിക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറയുമെന്ന് വിചാരിച്ചു. ജോലി വർഗീസ് പറഞ്ഞില്ല. ഈ പാട്ടൊക്കെ പരിചയമുണ്ടാവും, പറഞ്ഞില്ല. കേട്ടോണ്ടിരിക്കുവായിരുന്നു മാം. കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒരു ഗെയിം കളിച്ചത് വിജയകരമായി പൂർത്തീകരിച്ചു. ഞാൻ ജയിച്ചു, നിങ്ങളും ജയിച്ചു. പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല, എല്ലാത്തിനും നിങ്ങൾ ഉത്തരം തന്നല്ലോ. ഓക്കെ, സന്തോഷം. ഞാൻ പാട്ട് പാടണോ മാം? അനു പഠിക്കുള്ളൂ.